ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നാം പഠിക്കാൻ ആരംഭിച്ച വിശുദ്ധയുടെ പേരൊക്കെ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. വിശുദ്ധ അമ്മ ത്രേസ്യ, അല്ലെങ്കിൽ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ, ഈശോയുടെ ത്രേസ്യ. അതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾ മറക്കില്ല എന്ന് വിചാരിക്കണം. വിശുദ്ധരും കുട്ടികളും എന്നുള്ള ഈ പരിപാടിയിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധയുടെ പേരെന്താണ്? വിശുദ്ധ അമ്മ ത്രേസ്യ, അല്ലെങ്കിൽ ഈശോയുടെ ത്രേസ്യ, അതുമല്ലെങ്കിൽ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയണേ. വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി ഇത്രയും സ്മാർട്ടായിട്ട് കർമ്മയോഗിയായിട്ട് നിരവധി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചതിൻ്റെ പുറകിൽ വലിയ വായനാശീലം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. നമ്മുടെ താല്പര്യം എന്താ? വലിയ കാര്യങ്ങൾ ചെയ്യണം, പക്ഷെ വായിക്കാനായിട്ടോ അതിന് തയ്യാറില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ദാഹത്തോടുകൂടെ വായിച്ച വലിയ വിശുദ്ധ, ഇത് എടുത്തു പറയേണ്ട ഒന്നാണ്. ഞാൻ ഇന്ന് നിങ്ങളെ ചില പുസ്തകങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താണ്. അമ്മ ത്രേസ്യ പുണ്യവതി ആദ്യമായി വായിച്ച പുസ്തകം വിശുദ്ധരുടെ മലരുകൾ. 200-ലേറെ കാർട്ടൂൺ ചിത്രങ്ങളിലൂടെ വിവിധങ്ങളായിട്ടുള്ള വിശുദ്ധരെക്കുറിച്ചുള്ള കാര്യങ്ങളും രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വായിക്കാനായിട്ട് വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിക്ക് ഇതുമൂലം സാധിച്ചു. ആദ്യമായി വായിച്ച പുസ്തകമാണ് വിശുദ്ധരുടെ മലരുകൾ. ദൈവസ്നേഹത്തിൽ വളരാൻ, രക്തസാക്ഷിത്വത്തെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ, വിശുദ്ധ ജീവിതം നയിക്കാനുള്ള താല്പര്യമുണ്ടാക്കാൻ ഈ പുസ്തകമൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മറക്കരുത്. വിശുദ്ധരെ സ്വാധീനിച്ച നിരവധി ഗ്രന്ഥങ്ങളുണ്ട് എന്നുള്ള സത്യം. നമ്മൾ ഉഷാറായിട്ട് ദൈവനാമത്തിൽ നിരവധി സുഹൃതങ്ങൾ ചെയ്യുന്നതിൽ പിന്നാക്കം നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് വായിക്കുന്നു എന്ന് ഓരോ കുട്ടിയും ഓർക്കണത് നല്ലതാണ്. വിശുദ്ധ ജീവിതം നയിക്കുന്നതിൽ വിശുദ്ധ ഗ്രന്ഥത്തിന് പ്രാധാന്യമുള്ളതുപോലെ തന്നെ അവരെ പ്രചോദിപ്പിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്നത് നമ്മൾ മറക്കരുത്. ഇപ്പം നമ്മൾ പഠിച്ച പുസ്തകം ഏതാണ്? വിശുദ്ധരുടെ മലരുകൾ. അമ്മ ത്രേസ്യ പുണ്യവതി ആദ്യമായി വായിച്ച പുസ്തകം അതാണെങ്കിൽ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപൊക്കെ വായിച്ചിരുന്ന പുസ്തകമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് മറ്റൊരു പുസ്തകമാണ്. അത് വിശുദ്ധ ഗ്രിഗറിയുടെ മൊറാലസ് എന്നുള്ളൊരു പുസ്തകമാണ്. ബൈബിളിൽ ജോബ് അനുഭവിച്ച ത്യാഗങ്ങൾ, സഹനങ്ങൾ, പ്രതിസന്ധികൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു ആധ്യാത്മികമായിട്ടുള്ള വ്യാഖ്യാനമാണ് മൊറാലസ്. അപ്പോൾ ഇത് വിശുദ്ധ ഗ്രിഗറിയുടെ മൊറാലസ് എന്നുള്ള പുസ്തകം അത് നന്നായിട്ട് തന്നെ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയെ സ്വാധീനിച്ച ഒരു പുസ്തകമാണ്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു ഗ്രന്ഥമാണ് കൺഫെഷൻസ്, അല്ലെങ്കിൽ ഏറ്റുപറച്ചിലുകൾ എന്നുള്ള ആത്മകഥ. അതാരുടെ? അത് നിങ്ങൾ കേട്ട് കാണും കുറച്ചു പേരെങ്കിലും. അത് സെൻറ്റ് അഗസ്റ്റിൻ്റെ ആത്മകഥയാണ്. സെൻറ്റ് അഗസ്റ്റിൻ്റെ ഈ ആത്മകഥ കൺഫെഷൻസ്, അല്ലെങ്കിൽ ഏറ്റുപറച്ചിലുകൾ എന്നുള്ളത് വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയെ വളരെയേറെ സ്വാധീനിച്ചൊരു പുസ്തകമാണ്. സെൻറ്റ് അഗസ്റ്റിൻ്റെ ചില വാചകങ്ങൾ എടുത്തു വായിക്കുക എന്നുള്ളതാകാം, അതല്ലെങ്കിൽ കർത്താവെ അങ്ങ് കൽപ്പിക്കുക, ഞാൻ അനുസരിക്കാം എന്നുള്ള വാചകങ്ങളായിരിക്കാം. ഇങ്ങനെയുള്ള പല വാചകങ്ങളും വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയെയും സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് വിശുദ്ധരുടെ മലരുകൾ എന്നുള്ള പുസ്തകത്തെക്കുറിച്ച്, ആദ്യമായി വായിച്ച പുസ്തകത്തെക്കുറിച്ച്, വിശുദ്ധ ഗ്രിഗറി എഴുതിയിട്ടുള്ള മൊറാലസ് എന്നുള്ള ഉറങ്ങുന്നതിന് മുൻപ് വായിച്ചിരുന്ന പുസ്തകം എന്ന് അവിടെ ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ തീർത്ഥകേന്ദ്രങ്ങളിൽ പോകുന്നവർക്ക് കാണാവുന്ന രീതിയിൽ ഈ പുസ്തകത്തുമ്പോൾ ഈ കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചതാണ് കൺഫെഷൻസ്, അല്ലെങ്കിൽ ഏറ്റുപറച്ചിലുകൾ, സെൻറ്റ് അഗസ്റ്റിൻ്റെ ആത്മകഥ. ഇനി വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയെ ഇതുപോലെ തന്നെ സ്വാധീനിച്ച ഒന്നാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയേണ്ടതില്ലല്ലോ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? നമ്മുടേതുപോലെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഒരു വീട്ടിൽ പലത് ഉള്ള സമയമല്ല. ഈ വിശുദ്ധ ഗ്രന്ഥം പ്രിൻ്റ് ചെയ്ത് വായിക്കാനായിട്ടൊന്നും ഈ സാധാരണ ആളുകൾക്കൊന്നും കിട്ടാത്തൊരു കാലഘട്ടം. വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്കുള്ള സുവിശേഷ വായനകളിൽ നിന്ന്, യാമപ്രാർത്ഥനകളിൽ നിന്നൊക്കെ കേട്ട വചനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടേ ബൈബിളിലെ 47 പുസ്തകങ്ങളിൽ നിന്ന് 600ഓളം ദൈവവചന വാക്യങ്ങൾ തൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ താൻ എഴുതിയ പുസ്തകങ്ങളിൽ
രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്താണ്? വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വചനങ്ങൾ കേട്ടതൊക്കെ ഓർത്തിരുന്ന് തക്ക സമയത്ത് പുസ്തകത്തിൽ എഴുതാനായിട്ട് വിശുദ്ധ അമ്മ ത്രേസ്യയ്ക്ക് സാധിച്ചു. ഞാൻ എത്ര ബൈബിൾ വചനം പഠിച്ചിട്ടുണ്ടെന്ന് ഓരോ കുട്ടിയും തന്നോട് തന്നെ ചോദിക്കണം. വിശുദ്ധ ഗ്രന്ഥം ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ അതൊക്കെ താല്പര്യപൂർവം കേട്ട് പഠിച്ച് മനസ്സിലാക്കി താൻ എഴുതിയ പുസ്തകങ്ങളിൽ എഴുതിയ വലിയ വിശുദ്ധയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആഗ്രഹം വരണം, ഈശോയെ ഞാനും വചനം വായിക്കും, ഞാനും അത് മറ്റുള്ളവരോട് പറയും, പഠിക്കും, പഠിപ്പിക്കും, അതിന് ഇണങ്ങുന്ന കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യും. അപ്പം ഇങ്ങനെ വേണമെന്ന് മാത്രമല്ല, വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി എഴുതിയ നിരവധി പുസ്തകങ്ങളുണ്ട്. തൻ്റെ ആത്മകഥയുണ്ട്, സുഹൃത സരണി എന്നുള്ള പുസ്തകമുണ്ട്, ആഭ്യന്തരഹർമ്മ്യം എന്നുള്ള പുസ്തകങ്ങളുണ്ട്, നിരവധി കത്തുകൾ, കവിതകൾ, എന്തെല്ലാം കാര്യങ്ങളാണ് പുണ്യവതി എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പുണ്യവതി പറയുന്നൊരു കാര്യം എന്താണ്? എൻ്റെ കർത്താവേ, എനിക്ക് 2 കൈകൊണ്ട് കൂടി എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ ഒരേ സമയേ. അത്രമാത്രം ചിന്തകൾ, കാര്യങ്ങളൊക്കെയാണ് ഈ പുണ്യവതിക്ക് വന്നിരുന്നത്. ഇങ്ങനെ നല്ല ബുദ്ധി കൂർമ്മതയുള്ളൊരു വിശുദ്ധയാണ്. പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനും സാംശീകരിച്ച് പുസ്തകങ്ങളിൽ എഴുതാനും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും. അപ്പോൾ ഈ വായനാശീലം വിശുദ്ധ ജീവിതത്തിന് വളരെ പ്രത്യേകതയുള്ള ഒന്നാണത്. നന്നായിട്ട് വായിക്കുന്നത് വിശുദ്ധ ജീവിതത്തിന് ഉപകരിക്കും. നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ധാരാളം പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. അമ്മ ത്രേസ്യ പുണ്യവതിക്കുണ്ടായ മെച്ചം എന്താ? സ്വന്തം വീട്ടിൽ തന്നെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. പിതാവ് നന്നായിട്ട് വായിക്കുമായിരുന്നു, മാതാവ് നന്നായിട്ട് വായിക്കുമായിരുന്നു, അങ്കിള് നന്നായിട്ട് വായിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനാശീലമുള്ള ഒരു കുടുംബത്തിലായി എന്നുള്ളതൊരു സൗകര്യമാണ്. എന്നാൽ അതില്ലെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുട്ടി വായിക്കണം എന്ന് വിചാരിച്ചാൽ സാധിക്കും. തൃശ്ശൂർ വരടിയം എന്നുള്ള സ്ഥലത്ത് ഗവൺമെൻറ് സ്കൂളിലെ എസ് ഭദ്ര എന്നുള്ള കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കവിതാ സമാഹാരം ഇറക്കിയിരിക്കുക, അപ്പൂപ്പൻ താടികൾ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കവിത ഇങ്ങനെയാണ്. എൻ്റെ മുത്തച്ഛൻ ഒരു സ്നേഹ കവിതയാണ്, മുത്തശ്ശി ഇതുപോലെ തന്നെ കനിവിൻ്റെ കവിതയാണ്, അച്ഛനും അമ്മയും സഹോദരനും ഒക്കെ ഓരോ തരം കവിതകളായിട്ടാണ് ഈ കുട്ടിയൊക്കെ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് തന്നെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് കവിത എഴുതാനായിട്ട് സാധിക്കുകയാണ്. അപ്പം നിങ്ങൾ നന്നായിട്ട് വായിക്കുക, വായിച്ച കാര്യങ്ങൾ സാംശീകരിക്കുക, സാംശീകരിച്ച കാര്യങ്ങൾ പുസ്തകങ്ങളിൽ എഴുതുക. അങ്ങനെ വായനാശീലവും പുസ്തകരചനയും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ സാധിക്കും. വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ ഈ മാതൃക അത് നമ്മളെ തീർച്ചയായിട്ടും പ്രചോദിപ്പിക്കും എന്നതിൽ ഒരു സംശയമില്ല. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മറ്റ് പ്രത്യേകതകൾ അടുത്ത എപ്പിസോഡുകളിൽ തീർച്ചയായിട്ടും നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്നതായിരിക്കും.